ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പറ. എൻ്റെ യൂട്യൂബിലെ എൻ്റെ സുഹൃത്തുക്കൾക്കും വഴികാട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തോ? വാലന്റൈൻസ് ഡേ ആണ് ഗൈസ്. വാലന്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര പോവുകയാണ്. അല്ല, അതും ആര് തന്ന ആണ്? അവര് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന നല്ലവരായ കുറെ ഗിഫ്റ്റ് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവര് തന്ന വെഡിങ് ഗിഫ്റ്റ് നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ് ഗൈസ്, ആസ്വദിക്കാൻ പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. എനിക്ക് കുറെ നേരം കൈ പിടിച്ചോണ്ടിരിക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് ജിന്നടകുമ്പോ ഞാൻ എടുക്കും. ഇടയ്ക്കിടയ്ക്ക് കോട്ടയത്താണ് പോകുന്നത്. നമ്മള് കോട്ടയത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സംഭവ വികാസങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതെ, ഞങ്ങൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. പ്രണയിച്ച് നടന്ന സമയത്ത് ഇതിന്റെ ഒരു ഇതായിരിക്കും. ഓ ഷിറ്റ്, ആദ്യം തന്നെ നമുക്ക് വഴി പിഴച്ചിരിക്കുകയാണ്. കാണിച്ചു തരാം ഗൈസ്. അത് കണ്ട, ഇതൊക്കെ ഓർത്ത് വെച്ചോണ്ട് വേണം ഏകദേശം നമ്മൾ ഇറങ്ങാനായിട്ട്. ആദ്യം തന്നെ വഴി പിഴച്ചു. വഴി പിഴച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഓരോരുത്തരൊക്കെ നോക്കൊണ്ട് പോകുന്ന ഏകശോ. ഇങ്ങനെ ഇറക്കുന്ന പകരമാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന ടവേരക്കാരൻ എടുത്തില്ല, അതിന്റെ മണ്ടക്കോട്ട് എടുത്ത് വെച്ചത്. ആണോ? എന്നാ പോയിട്ട് വരുമ്പോ കാണാം. ബൈ ഗൈസ്. നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണെന്ന് പറയൂ. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് തിരുവല്ല. തിരുവല്ലയോ? അല്ല, ഇത് തിരുവല്ലയൊന്നും അല്ല. ഇത് സ്ഥലം എവിടാന്ന് അറിയത്തില്ല, പക്ഷെ നല്ല സ്ഥലമല്ലേ. റെയിൽവേ സ്റ്റേഷൻ. സ്ഥലം എവിടാണേലും സ്ഥലം സൂപ്പർ. ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തു. നമ്മൾ എൻജോയ് ചെയ്ത് വരുമായിരുന്നു പറയിക്ഷോ. ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു. ഭയങ്കര എൻജോയ്മെന്റ് കാണിക്കായിരുന്നു. പാട്ട് മണിക്കിനാവിന്റെ കൊതുമ്പുവെള്ളം തുഴച്ചു വിടാനായിട്ട് പോവായിരുന്നു. അല്ല, തുഴഞ്ഞു വിടാനായിട്ട്. നല്ല രസമുണ്ട്. ഇത് പാറും പിന്നെ ശബരിയും കൂടെ എടുത്തു കൊടുത്ത ഷർട്ടായി. എനിക്കാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലടേ. തയ്ച്ചതില്ല, തയ്ച്ച ഡ്രസ്സില്ല. അപ്പൊ നമ്മളിനി കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഗൈസ്. ഇവിടുത്തെ ഈ വഴിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് വഴിയൊക്കെ കാണാനായിട്ട് കേട്ടോ. പോകുന്ന വഴികളിൽ ഞാൻ നീളയായി. കണ്ട, കഴിക്കാനായിട്ട് വന്നതാണ് ഗൈസ്. നമ്മൾ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. കണ്ണ് കാണുന്നില്ല, അതുകൊണ്ട് കണ്ണ് വിരിക്കാൻ നോക്കുക ആയിഷ. അങ്ങനല്ല, നമ്മളിനി ഇത് കഴിഞ്ഞാൽ നേരെ പോകും കേട്ടോ. നേരെ പോകും. നമ്മളതുകൊണ്ട് കുറച്ച് റൈസേ പറഞ്ഞുള്ളൂ, കാരണം പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടി. കുറച്ച് മീൽസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് കയറ്റിയത് മന്തിക്കടയിലാണ്. നീ കഴിച്ചിട്ട് കാണാവേ, അല്ല ഫുഡ് കൊണ്ടുവരുമ്പോൾ കാണും. പാടം കൊയ്യാണ് ഗൈസ്. പാടം കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിന്റെ നടുവിലൂടെയാണ് നമ്മളിപ്പം നടക്കുന്നത്. ഐക്ഷു കിടക്കൊന്ന് മയങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി വഴിയരികിൽ ഒതുക്കി ഐക്ഷു ഒന്ന് മയങ്ങി. ഞാൻ മയങ്ങിയിട്ടില്ല, ഞാൻ മയങ്ങത്തുമില്ല. ഞാൻ അങ്ങനെ ആരും എന്നെ മയക്കാൻ നോക്കണ്ട. ഇങ്ങനെ മയങ്ങുന്ന ഒരുത്തിയല്ല ഞാൻ. അപ്പം ഷാപ്പിലൊക്കെ കയറി നടക്കുമായിരുന്നു. അപ്പൊ നീ ഏത് കടയിൽ കടല ഐക്ഷു അവിടെ കയറിയാന്ന് പറയുന്നു ഗൈസ്. കുറെ നേരമായി നമ്മൾ ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കാൻ തുടങ്ങി. ഇത് നീങ്ങിയിട്ട് ഇത് എത്തുന്നില്ല.
പടി തെറ്റിയോ ഇനി? നമ്മൾ ആ കാടവിടെ മക്കളെ കൂടവിടെ മക്കളെ കാട്ടുപുൽ ചോലയുടെ കാവവിട മക്കളെ. പക്ഷെ എനിക്ക് വഴിയൊക്കെ ഇഷ്ടപ്പെട്ട. ഐക്ഷയ്ക്ക് എത്ര ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഇരുണ്ട സ്ഥലങ്ങള്. എത്തിയിരിക്കുകയാണ് ഗൈസ്. എത്തിയിരിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇനി എവിടെയോ ആണ് സംഭവം. ബോർഡ് കണ്ട് നമ്മള്. പിന്നെയും കുറച്ചുകൂടെ പോകാനുണ്ടെന്നാണ് ഒരു നിഗമനം. പക്ഷെ നല്ല കുറെ സ്ഥലങ്ങൾ കേട്ടോ കാണാനാണെങ്കിൽ. നല്ല ഭംഗിയുണ്ട്. കണ്ടോ അല്ലേ ഇയാൾ? നോക്ക്, ഇതൊക്കെ കാണാൻ നല്ല ഭംഗി. ഇതോ ഒന്നല്ല നിങ്ങളുടെ നാട്ടിൽ എന്താ? ഇവര് കണ്ടക്കാര്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കേറിയിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം, പക്ഷെ കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി. നമ്മൾ കാർ പാർക്ക് ചെയ്യാണ്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചൈനയാണ്. ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ് വന്നത് സ്റ്റഡി ടൂറിനായിരുന്നെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു സ്റ്റഡി ടൂറായി മാറിയിരിക്കുകയാണ് സർ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഐഷോ. എനിക്കും ഇഷ്ടപ്പെട്ട്. ഒരുപാട് കാണിച്ച് പോകണം, അങ്ങോട്ടങ്ങ് വെളിയിലോട്ട് പോകും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. എന്റെ ബാക്ക് വശം കാണിച്ചു തരാവേ. നല്ലൊരു വൈബുണ്ട് കാണാൻ. ഇവിടെ ശരിയാ, നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പം ഇങ്ങോട്ട് പോകാൻ പോയി. ഇവരാണെങ്കിൽ നമ്മളെ ഓരോ സ്ഥലം കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു. ഗൈഡുണ്ട്. അപ്പൊ ഗൈഡ് നമ്മളെ ഓരോരുത്തരത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഭയങ്കര വെയില്. നമുക്ക് അന്നേരം ഈ ഗൈഡ് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. നമ്മളൊരു ഏറുമാടത്തിന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നല്ല രസമുണ്ട് ഇതിന്റെ ആംബിയൻസ് ഒക്കെ കാണാൻ. ഇതേ ഇരിക്കുന്നു ഐഷോ. ാണ് ഗൈസ്. അവരാ ഗൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ പോവാം. ഇറങ്ങി നടന്ന് നമ്മളിങ്ങനെ പോവാണ്. ഐഷയെ കാണിക്കട്ടെ. ലോക്ക് ചെയ്ത് താക്കോലിന്റെ തന്നിട്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന. എടാ, ഈ കമ്പിനകത്തിനാണോ ഇതെല്ലാം പോയേക്കുന്നത്? കുറെ നല്ല സ്ഥലം. അവിടെ ഇന്നവരെന്തോ എന്താണ് ആണോ? ആദ്യം നമ്മളിപ്പോ എങ്ങോട്ടാണ് പോന്നെ? ഫിഷ് ഫീഡിങ്ങില്ലയോ? ഓക്കെ ഓക്കെ. ഈ ഫോണിപ്പോ താഴെ പോണേ. ഇത് പക്ഷെ എന്തോ ഇതിനെന്തോ പ്രത്യേകത എന്ന് പറഞ്ഞേ? അയ്യോ ഓക്കെ ഓക്കെ. പാപം തീർക്കാൻ പോവാ ഐഷ ഇപ്പം. എനിക്കുണ്ട് ചെറുതായിട്ടൊക്കെ, അത് ഞാൻ തീർക്കട്ടെ. മീന് തീറ്റ കൊടുത്ത പാവം പോവെന്ന് പറഞ്ഞു. അത് തീർക്കാൻ പോവാ. ഐഷു, നിന്റെ പാവം തീർന്നടാ. പിന്നെ അതിലൂടെ വേണം മീൻ കൊച്ചു ചാവും പെട്ടെന്ന്. എവിടെ വീട്? എവിടാ? ഇവിടെ വന്നോ അക്കോമഡേഷൻ ഒക്കെ? പോയി വരുവാണ്. എനിക്കറിയത്തില്ല, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ഞങ്ങളോ? ഒന്നും നല്ലപോലെ ഇങ്ങോട്ടിട്ടെ. അയ്യോ, ഭയങ്കര വലിയ മീനാ. ഇത് ധാരാളം വിത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ സസ്യം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഇല്ലിക്കാട്ട്
ഉപ്പന്റെ കൂട്ടിലാണ് ഇതിന്റെ വേര്. അറിയാലോ എനിക്ക്. ഇങ്ങനെ ഉപ്പന്റെ കൂട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ചെടിയുടെ വേര് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് എന്താഗ്രഹിച്ചാലും നടക്കുമെന്നൊക്കെയാണ് വിശ്വാസം. പിന്നെ നമ്മള് ഈ ചെടിയുടെ വേര് അപ്പം താടിയിൽ ഉപ്പിട്ട് വെക്കുന്ന ചെപ്പടി വിദ്യ കാണിക്കാനായിട്ട് ഐക്ഷു എടുത്തിട്ടുണ്ട്. ഇത് അപ്പം താടിയാ? ഇത് എവിടെ ഇരിക്കും നിന്റെ മരം? ഇവിടെ ഉണ്ട്. ആണോ? വള്ളിച്ചെടിയൊക്കെ ആ ബാബാ വന്നു അങ്ങോട്ട് പോകത്തടാ. അപ്പൊ ഇത് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഗൈസ്. ഈ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ത്രിഫല ചൂർണം, ത്രിഫല ഇതിന്റെ വടക്കോട്ടുള്ള വേല ഉപയോഗിക്കാറ്. അതാണ് സൂര്യപ്രകാശം. ഈ മരത്തിന്റെ ഉള്ളില് വെള്ളം ഒറിജിനൽ ഇന്ത്യൻ ബദാം. കമൺ ഗൈസ്. ചിന്നവര് തിന്നു നോക്കാൻ നിൽക്കരുത്, എന്തോന്ന് അറിയത്തില്ലല്ലോ. പഴയ മോഡൽ തരത്തിലുള്ള ഒരു ചായക്കടയൊക്കെ കണ്ട് ഐക്ഷു ഇങ്ങനെ ഒന്നും അറിയാതെ ഞാൻ നടക്കുകയാണ് ഗൈസ്. ഒന്നും അറിയാതെ ഒരു അപ്പൂപ്പൻ താടിയും കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒത്തിരി പേരുമായിട്ട് വരണം, എന്നാലേ അതിനൊരു വൈബുള്ളൂ കേട്ടോ. രുദ്രാക്ഷം, ഡ്യൂപ്ലിക്കേറ്റ് രുദ്രാക്ഷം കാണുന്നവർക്കാണ്. ഞാൻ ഇതിനകത്തിൽ ഇറങ്ങും. പണ്ടത്തെ പോഗോ ചാനൽ കണ്ടിട്ടുണ്ടോ ഈ ഷോ? അതിനകത്ത് ഇതുണ്ടായിരുന്നു. എനിക്കിതിനകത്ത് കയറണം. ആഹാ കൊള്ളാം, നല്ല സൗണ്ട് കാണാനായിട്ട് ഇല്ലേ ഷോ? ഇവിടെ ആണ്ട് ഇത് കണ്ടോ ചെയ്ത് വെച്ചേക്കുന്നത്? നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കണ്ടൽ കാട് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടൽ സൂപ്പർ ഒരു വൈബുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസം. ഇവിടെ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ചേട്ടനൊക്കെ ഇപ്പോൾ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ആംബിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആണ് കയറ് പിരിക്കുന്ന സ്ഥലം. ഇവിടെ ഇപ്പം ആളില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പം കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഫുള്ള് നല്ല ആംബിയൻസാണ്. പൈസ വന്നപ്പോൾ മുതലേ അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അടയിരുന്ന് വിരിയിക്കുന്ന ഇതിന്റെ ആൺപക്ഷികളായിരിക്കും. ഓ, ഒരു 1000 രൂപ വരെയൊക്കെ വില വരുന്നതാണ്. ഒരു മുട്ടയ്ക്കോ? ഏറ്റവും വലിയ സ്റ്റാച്ചു ഇല്ലയോ? എന്തോത്തിന്റെ സ്റ്റാച്ചു? ബൈബിൾ സ്റ്റാച്ചു. ിനകത്ത് നടക്കുകയാണ് ഗൈസ്. ഇതേ മുട്ട നല്ല രസമുണ്ടല്ലോടാ. ആഴം ഉണ്ടോടാ? എന്നാലും ആഴം ഉണ്ട് കേട്ടോ. നമ്മൾ മീൻ പിടിക്കുകയാണ്. ഞാൻ ഇവനോട് മര്യാദയ്ക്ക് പറഞ്ഞു നാളെ രാവിലെ വന്ന് മീൻ പിടിച്ചാൽ മതിയെന്ന്. ഒക്കത്തില്ല. അതിനകത്ത് ഇപ്പം അതിനകത്തൊന്നും ഇല്ലല്ലോ അതിന്. ആന്നോ? ആ മീനെടുത്ത് ആ ഫുഡ് അങ്ങ് ഒഴുകിപ്പോയി. അതാണ് വെറും ചൂണ്ട വരുന്നു കയറി. ഇവിടെ നാളെ രാവിലെ വാ കയറി. പിന്നെ അതുകൊണ്ടാ പറഞ്ഞത് നാളെ രാവിലെ വന്നിട്ട് നമുക്ക് പിടിക്കാം. എന്നിട്ട് അഥവാ കിട്ടുവാണെങ്കിൽ നമുക്കത് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നല്ലേ അവര് പറഞ്ഞേ. ഞാനുള്ളതാ പറഞ്ഞേ. ഞാൻ എപ്പോഴും നല്ല കാര്യം പറയുമ്പോൾ പിടിക്കത്തില്ല. ഇത് വന്ന് ഫുഡിന്റെ മെനു എടുത്തോണ്ട് പോയിട്ടുണ്ട്. എനിക്കും പറയാനുള്ളത്, നീ എപ്പോഴും നല്ല കാര്യം പറയാതിരിക്കത്തില്ല. നല്ല ഇപ്പം നമ്മൾ താമസിക്കുന്നത് അതിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഒരു 4-5 കവറും എല്ലാം കൂടി ഏൽപ്പിച്ചേച്ച് ഇയാള് ജാമ്പാനാണൊക്കെ കിടക്കുക. ഇതാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ല ഈ ജിസ്റ്റൊരു സൗണ്ട് ഇതല്ല ഗൈസ്. ഇപ്പം നമ്മളിങ്ങനെ മുകളിലോട്ട് കയറിയാണ് പോകുന്നത്. കയറുന്ന ഒരു വ്യൂ കാണിച്ചു കൊടുത്തില്ലായിരുന്നു. തമ്പുരാൻ മണ്ടയ്ക്കൊന്ന് കയറി വരുന്നു. ഈ സൈഡിൽ ഇങ്ങനെ ഒരു കായലും കുളവും പോലത്തെ ഒരു കായൽ, എന്തുവാണ് ഇത്? തോടുണ്ട്. അപ്പുറത്തൊരു പാടമുണ്ട്. വൈകിട്ട് സൺസെറ്റ് കാണാൻ വരണം കേട്ടോ നമുക്ക്. എങ്ങനെ ആയിരിക്കും അതിൻ്റെ വ്യൂ എന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഇരുന്ന ഫോട്ടോ എടുക്കാൻ പറ്റും ഗൈസ്. ഞങ്ങളിപ്പം വള്ളത്തെ കയറി. പക്ഷെ ഐക്ഷയ്ക്ക് പേടിയായോണ്ട് ഐക്ഷയ്ക്ക് പേടിയായോണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ഒത്തില്ല. കണ്ടിട്ടില്ല. ചുമ്മാ കരഞ്ഞൊന്നുമില്ല. പയ്യൻ ചോദിച്ചു എന്താ പെട്ടെന്ന് പോയിട്ട്. പിന്നെ ചുമ്മാതാ
എനിക്ക് അന്നേരം ഞങ്ങൾ ഇനി സൈക്കിൾ ചവിട്ടാൻ പോവാണ്. അപ്പൊ നൈറ്റ് മറ്റേ 2 പേരിരിക്കുന്ന സൈക്കിള് അതെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഞങ്ങളിപ്പോൾ ഒരു യാത്രയുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഐക്ഷ വണ്ടി ഓടിക്കുമ്പോൾ, വണ്ടിയല്ലല്ലോ കപ്പല, എന്തുവരണടാ അത്, ബോട്ട് എന്തുവായിരുന്നു, 2 പേരും ഇങ്ങനെ ഷിപ്പ് എന്തുവരണടാ, അതിന് പോയ സമയത്ത് ഒരു സൈഡ് അങ്ങോട്ടങ്ങ് പോവുക. അപ്പം എനിക്ക് ടെൻഷൻ വരുത്തില്ലയോ, ടെൻഷൻ വന്നിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ സൈക്കിൾ ഓട്ടി കാണിച്ചു തരാം നിങ്ങൾക്ക്. കൊട്ടവഞ്ചി കയറാൻ പറഞ്ഞ പരീക്ഷയ്ക്ക് അതൊരു ടെൻഷൻ, പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, എത്തിയിരിക്കുകയാണ് ഗൈസ്. ക്ഷത്രിയ വംശത്തിൽ പറഞ്ഞ ഐക്ഷ എത്തിയിട്ടുണ്ട്. എന്താവെന്നുള്ള എനിക്കറിയത്തില്ല, നോക്കാം. ക്ഷത്രിയ വംശത്തിൽ പറഞ്ഞ ഐക്ഷ വിടടാ. എന്തത്തിനാ നീ ഇപ്പൊ എറിയാൻ പോന്നെ? അതെറിഞ്ഞു കഴിഞ്ഞിട്ട് പറയത്തുള്ളില്ലയോ. നോക്കാം ഗൈസ്. ആ സ്ഥലം ഞാൻ കറക്റ്റായിട്ട് കാണിക്കട്ടെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണട്ടെ. ഇതെങ്കിലും കറക്റ്റായിട്ട് വിളിക്കണേടാ. മുന്നോട്ട് കറക്റ്റ് ആകുന്നില്ല ലീക്ഷ. നോക്കും, പക്ഷെ ഐക്ഷ അത് വീഡിയോ എടുക്കരുത് കേട്ടോ. മറ്റേ ബലൂൺ പൊട്ടിക്കുന്നതാണ് ഞാൻ എടുക്കാം. ഐക്ഷോ നീട് ഇതിനകത്തൂടെ എങ്ങോട്ട് പിടിക്കുന്നത് എടുക്കണ്ടടാ. അതിക്കൊരു ആത്തൊരു ഇതുണ്ടല്ലോ. അത് വീഴണം, വിട്ടാലേ പറ്റുള്ളൂ. കയ്യും തെറിച്ചു പോയല്ലേ. നീ ചെയ്തോ. പോയിന്റില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണം. ഈ പോയിന്റ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബില്ലിന്റെ കുറച്ച് പുറത്തൊക്കെ. ആ രീതിക്ക് ചെയ്യണം കേട്ടല്ലോ. നീ ദൂരെ ഏതോ സ്ഥലത്താടാ നിക്കുന്നേ? നീ അങ്ങോട്ട് നീങ്ങിയാ നിക്കുന്നെന്നുള്ളത് എനിക്ക് തോന്നുന്നു. മതി വാ. തോറ്റ് തുന്നം പാടി വന്നിരിക്കുകയാണ് ഞാൻ. അല്പമെങ്കിലും അടുത്തോട്ടെങ്കിലും ഞാൻ എത്തിച്ച്. ഐക്ഷുവാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തോട്ടൊക്കെ അമ്പെയ്ത്ത്. ഞാൻ അമ്പെയ്ത്തും വിദ്യക്കൊന്നും പോയിട്ടില്ലടാ. പക്ഷെ എൻ്റെ ആ ഒരു ഞാൻ ഈ കണക്കെ ഞാൻ പോയിരുന്നെങ്കിലും ഇങ്ങനത്തെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ അമ്പ് കൊണ്ട് വീണ്. പിന്നെ എടാ എന്നെ ആരും പഠിപ്പിച്ചിട്ടല്ല. പഠിപ്പിക്കാതെ തന്നെ ഞാനാണെങ്കിൽ ആ വെള്ള പേപ്പറിനകത്ത് കൊള്ളിച്ച്, അതും ഒന്നാമത്തേന്. ഒന്ന് ആലോചിച്ചേ, ചുമ്മാ കളിക്കാൻ. ഒന്നാമത്തേനാ. നോക്കാം, നമുക്ക് നോക്കാം. നമുക്കത് നിങ്ങൾ കണ്ടിട്ട് കമന്റ് ഇടണം.
മനസ്സിലായോ? ഞാൻ വിട്ടയാണോ തെറിച്ചു പോയാണോ എന്ന് അറിയാലോ എന്നെ. അപ്പം നമ്മളിനി അടുത്തായിട്ട് പോകുന്ന സൈക്ലിങ്ങിന് പോവാണ്. അതെന്തായാലും വലിയ പാട് വരത്തില്ലയോടാ, കാരണം ഞാൻ പുറകെ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ. ഇവൻ ചവിട്ടും. കാണാം ഗൈസ്. ഓടിച്ചു തുടങ്ങിയത് എൻ്റെ പിന്നാമ്പുറത്താണ് ഞാൻ ഇരിക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ ഇരിക്കട്ടെ, കുഴപ്പമുണ്ടാവുമോ? ഇരിക്കട്ടെ. യാത്ര തുടങ്ങുകയാണ് ഗൈസ്. വണ്ടി പഠിക്കുകയാണ് ഗൈസ്. സൈക്കിൾ സഫാരി. കാടിറങ്ങിയോടി ഒരു മുരുകയുടെ ഞാൻ വേട്ട് കിടന്നതാണ്. സൈക്കിളെ ഒട്ടിയ അനുഭവം അടിപൊളിയായിരുന്നു. ടെൻഷൻ അടിക്കണ്ടായിരുന്നില്ല. ചവിട്ടിയില്ലല്ലോ, വെറുതെ ഞാൻ നല്ലപോലെ ചവിട്ടി. ചവിട്ടിയത് മൊത്തം ഞാനല്ലേ. അല്ല, അടിപൊളിയായിട്ട് ഞാൻ ചവിട്ടി. സൂപ്പറായിരുന്നു. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഗൈസ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് പറ. അവിടെ നിൽക്കുക, നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ നിൽക്കുക. പാലപ്പം, ബീഫ് റോസ്റ്റ്, നെയ്മീൻ പൊള്ളിച്ചത്. ഞാൻ ബീഫും ഇവൻ നെയ്മീൻ പൊള്ളിച്ചതും അപ്പമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിച്ചിട്ട് വരുന്നതാണ് ഗൈസ്. ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതുവരെയുള്ള സർവീസ് എല്ലാം കൊള്ളാം ഇല്ലയോ? ഇതുവരെയുള്ള എല്ലാ സർവീസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് അറിയത്തില്ല. യെസ് യെസ്, ഞങ്ങൾ ഫുഡ് കഴിച്ച് നോക്കാം. ഞാൻ 3 അപ്പവും ബീഫ് റോസ്റ്റും പറഞ്ഞു. ഐക്ഷാണെങ്കിൽ 3 അപ്പവും പൊള്ളിച്ചതും പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമെന്നുള്ളതൊക്കെ ഗൈസ്. നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതെന്തായിരുന്നു? കള്ളപ്പമല്ല, പാലപ്പം. ഇത് പാലപ്പം, ഇത് ബീഫ് റോസ്റ്റ്, അത് നെയ്മീൻ പൊള്ളിച്ചത്. നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പം എടുക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മളന്നേരം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പത്തിന്. ഓക്കെ, നെയ്മീൻ പൊള്ളിച്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇച്ചിരി എനിക്ക് തുടങ്ങിയായിരുന്നേ. അതിപ്പുറത്തോട്ട് എടുത്ത് വെക്കണേ പ്ലീസ്. അങ്ങനെ കളർ ഇതുവരെ അത് കൊള്ളാം. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നല്ല ഫുഡായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഇത് നോക്കിയപ്പോഴത്തേക്കിന് കുറേ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കഴിച്ച ഫുഡ് അനുസരിച്ചിട്ട് നല്ല ഫുഡാണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നല്ല സർവീസും ഇവരുടെ സർവീസ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സർവീസ് അവരുടെ. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതില്ല ഇല്ലേ, മടിയില്ല. അവരെന്താണെങ്കിലും നല്ല പെരുമാറ്റം, നല്ല സർവീസ്. ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടു. ഇപ്പം മീനേനെ സിൽക്ക് പൈതാടൂ എന്ന് പറയുന്ന പോലെ. ഇതിനകത്ത് നമ്മൾ കയറിയില്ലല്ലോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അത്ര ഗുഡല്ല. രാവിലെ ഒരു വൃത്തികെട്ട ചായ ഇവിടെ ഉണ്ടാക്കിയത്. ഇതെന്റെയാ? അല്ലല്ല. ആര് പറഞ്ഞു? ഇവിടെ ഇരുന്നത് എന്റെയാ? ഞാനവിടെ വെച്ചത്. അല്ലടാ, ഇത് ഇവിടെ ഇരുന്നത് എന്റെ. അങ്ങോട്ട് വെച്ചത് ഞാനാ. ശരിടാ, ഇത് വലിയ മീനാണല്ലോ. ഒരു വൃത്തികെട്ട ചായ. വൃത്തികെട്ട ചായ അല്ല, സൂപ്പർ കോഫി. ഞാൻ ഉണ്ടാക്കി തന്നെന്ന് പറയാനായിട്ട്. ഇത് ഇവിടുത്തെ മെഷീനകത്തിൽ പൊടി എടുത്തിട്ടുണ്ടാക്കിയത്, അല്ലാതെ ഞാനുണ്ടാക്കിയ ചായ അല്ല ഇത്. പൊടി ഇടാൻ നേരത്തെ ഞാൻ പറഞ്ഞ് എനിക്കിതിന്റെ അളവ് അറിയാം, ഞാൻ പയ്യെ ഇട്ട് തരാം. എല്ലാം കൂടെ വാരി ഇട്ടിട്ട് ചൂടുവെള്ളം നെറുകെ ചൂടുവെള്ളം കോരി ഒഴിച്ചു. ഞാനെന്തൊരു ഭാഷയെ കാണിക്കുന്നത്? പതിവൊക്കെ ഒരിക്കലും രാത്രിയല്ല. ഞാൻ വീട്ടിൽ പത്രം വരുത്തുമ്പോഴും ഞാൻ ഞായറാഴ്ച വാരാന്തി പതിപ്പായിട്ട് ഞാൻ വായിക്കുന്നത്. ഏറ്റവും ജെന്യുവനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു എഡിക്ഷനാണ് ഈ വാരാന്തി പതിപ്പ് എന്ന് പറഞ്ഞിട്ട്. PSC ഒക്കെ പഠിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന PSC അത് ഒരു ബസ് പോകുന്നുണ്ട്. ആര് പെട്ടിവണ്ടി പോകുന്ന കണക്കില്ലടാ. നമ്മള് ചൊവ്വായിലല്ല, പിന്നെ നമ്മള് ചൊവ്വാഗ്രഹത്തിലല്ല. അതെന്താ? ബസ് പോകുന്ന കണ്ടോന്ന് പറയാൻ. അല്ലല്ല, നല്ല ഭംഗിയുണ്ടത്. അങ്ങനെ പറഞ്ഞു. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഈറൻ അണിയട്ടെ ഗൈസ്. എന്താ നിങ്ങളുടെ ഈ ആഴ്ച 15 മുതൽ 21 വരെ എന്റെ നക്ഷത്രം ആരും നോക്ക്.
നക്ഷത്രം എന്റെ നക്ഷത്രം അറിയത്തില്ലേ? ആ ഭാഗ്യം, അതൊക്കെ അറിയാൻ കിടക്കുന്ന നക്ഷത്രമൊക്കെ അറിയാം. മകം. ആധ്യാത്മിക കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തും. ആധ്യാത്മിക കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തും. കുടുംബത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും. അയ്യോ, അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൂരദേശത്തുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഉണ്ടായല്ലോ, എനിക്ക് കല്യാണം സംബന്ധിച്ച് ഒത്തിരി പേര് ഗിഫ്റ്റ് തന്നല്ലോ. അതൊക്കെ സത്യമാണെന്നേരം കേട്ടോ. ഇത് 15-ാം തീയതി തൊട്ടുള്ളതാണ് കല്യാണം. പറഞ്ഞു. കൃഷിയിൽ ഗുണം ഉണ്ടാകുന്നതാണ്. അപ്പൊ കൃഷി ചെയ്താൽ നല്ലതാ. പൊതുവെ സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്ത് കിട്ടാൻ കേസ് നടത്തേണ്ടി വരും. അത് ഞാനല്ല, എല്ലാം ഒരാളെ പറ്റി ആയിരിക്കത്തില്ല, പൊതുവെയാ പറയുന്നത്. അല്ലെങ്കിൽ പൂർവിക സ്വത്ത് എന്ന് പറയാനായിട്ട് ഇവർ അച്ഛന്റെ ഒരു പട്ടുകോണകേ ഉള്ളു. പിന്നെ ഇയാൾക്ക് ഒരുപാട് അതിനും കൂടെ വേണ്ടിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടില്ല മാഡം. ഞാൻ പറയുന്നില്ല, ഇത് വീഡിയോ ആയതുകൊണ്ടും അവിടെ ഉള്ളവര് കാണുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നു. മാടമ്പി. ഇവൻ മാടമ്പള്ളിയിലെ മനോരോഗിയാ. പൂയം സാമ്പത്തികമായി സ്വല്പം മെച്ചപ്പെടുന്നതാണ്. സ്വല്പം. നിക്ക് ഞാനേ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പുറത്തോട്ടിരിക്കട്ടെ. നേരെ പോയാൽ പറഞ്ഞു. ഇല്ല പറ. ജോലി സ്ഥലത്ത് ശത്രു ശല്യങ്ങൾ വർദ്ധിക്കും. അങ്ങനെയൊക്കെ തന്നെ വരുത്തുള്ളടാ. ഇങ്ങനെ ഇത്രയും നേരം എന്നെ ഓരോന്ന് പറഞ്ഞു തരുന്നേ. സത്യമല്ല. അകാരണമായി വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കും. ആരുമായിട്ട്? അതെനിക്കറിയാം ആരായിട്ടാണ്. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനെ അടിയിടുന്ന ഒരുത്തിയാണോ? ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. നല്ലതല്ലല്ലോ നിന്റെ. അന്യർക്ക് വേണ്ടി ധനവും സമയം ചെലവഴിക്കും. യാത്ര കൂടും. ലാസ്റ്റ് പറഞ്ഞത് കറക്റ്റാ. യാത്ര കൂടി. അത്രയാണ് ഇന്നത്തെ ദിവസത്തെ. എന്റെ ഇവിടെ ഇന്നലെ ഒരു ഉറുമ്പ് കടിച്ചെന്ന് തോന്നുന്നു. ഈ ആഴ്ചത്തെ ഫലം. ഇതെന്ന് വരുന്ന വ്ളോഗാ? ഇത് ഞാൻ ഉടനെ എഡിറ്റ് ചെയ്ത് എനിക്ക് തരണം. കല്യാണ വ്ളോഗ് കിട്ടില്ല. കല്യാണ വ്ളോഗ് അല്ല, എനിക്കിത് എഡിറ്റ് ചെയ്ത് തരണം. എനിക്കിങ്ങനെ നിന്റെ കണക്ക് ലാഗ് അടിപ്പിക്കുന്ന ശീലം എനിക്കില്ല. ഓ, എത്ര നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് ചാനലില്? അതൊക്കെ ഉണ്ട് ഉണ്ടായി. രാവിലെ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ നല്ല അടിപൊളിയാട്ടോ കാണാനായിട്ട്. ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. കണ്ടോ, നമ്മളിവിടുന്ന് ദൂരോട്ട് നോക്കുമ്പോൾ മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ കാണാം. ആകാശം കാണാം. ഇവിടെ ഒരു തനി ഇരിക്കുന്ന കാണാം. ഒരു തേങ്ങാക്കൊല അറിയാൻ വയ്യാതെ അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തനെ. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ചായ എടുത്തുകൂടി ഏകദേശം. അപ്പൊ ഞങ്ങള് ഇനിയിപ്പോ ഇപ്പൊ സമയം എന്തായി? ഇപ്പം എത്ര സമയമാണെങ്കിലും 8:30 മുതൽ 10 മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് പോയി കഴിച്ചിട്ട് നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി പോകും. ഇവിടുന്ന് ഇറങ്ങുന്നിടം വരെ ഉള്ളൂ കേട്ടോ വ്ളോഗ്. വീട്ടിൽ ചെല്ലുന്നിടം വരെ വ്ളോഗൊന്നുമില്ല. കാരണം അത്രയും നേരം എനിക്കിനി പിടിച്ചുകൊണ്ടിരിക്കാൻ പോയി ഗൈസ്. ഞങ്ങൾ അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗൈസ്. അത് നല്ലതായിരുന്നു, ബൊഫേ ആയിരുന്നു. അത് കഴിച്ചേച്ചാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഇവരുടെ സർവീസ് മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. വലിയ കുഴപ്പം. ഇവിടെ വെട്ടമില്ലടേ, ഇങ്ങനെ നടക്കാം. ഇവരുടെ സർവീസ് മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ട്. എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വെറുപ്പിക്കുന്നു എടുക്കുന്നൊന്നുമില്ല. എടേ ഇത് കൊള്ളത്തില്ലടേ. മനുഷ്യ പോയിരിക്കുകയാണ് ഗൈസ് വീഡിയോ എടുക്കാനായിട്ട്. കറണ്ട് പോയോ? എല്ലാ സൈഡിലോട്ട് നോക്കാവേ. റൈറ്റും ലെഫ്റ്റും ഒക്കെ നമുക്ക് നോക്കാം. എല്ലാം ക്ലീൻ ആണ്. കാണുന്നത് മാത്രമേ ഉള്ളൂ നമ്മള്.
മറിഞ്ഞു വീഴും. ബോട്ടിൽ കയറി ഗൈസ്. ഉറക്കെ പറയുന്നത് കേൾക്കണം. നമ്മൾ ബോട്ടിനകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിനകത്ത് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഇല്ല, മൊബൈൽ താഴെ ഇടത്തില്ല. ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ കസേരയിട്ട് പെരക്കകത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. പക്ഷേ ഞാൻ കയറിയിട്ടില്ല, സത്യമാണ്. ഇവിടെ ആണോ വെച്ച് യന്ത്രം നിന്ന് പോയത് എന്ത് ചെയ്യും? നമ്മളെ രക്ഷിക്കാൻ ആര് വരും? നിന്ന് രക്ഷിക്കാനേ ഞാൻ ആരുണ്ടെന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അറിയാവോ? കൊള്ളാം, നല്ല വ്യൂ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്ന ഒരു റിസോർട്ട്. അതെ 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 അതെ, വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ചെടികള്. നമുക്ക് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതാ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത നല്ല കാട്ടുചമ്പകം പോണ. എനിക്ക് കാട്ടുചമ്പകം എന്ന് പറഞ്ഞ ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മണം. പണ്ട് വീടിനടുത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അതിന് അത്ര അങ്ങോട്ട് ഗവനിക്കാൻ പറ്റിയിട്ടില്ല. നീലക്കൊടുവേലി കാണാൻ സാധിച്ചു. അതെ അതെ, അത് പൂത്ത് നിൽക്കുന്നത് കണ്ടു. നീലക്കൊടുവേലിയുടെ പൂവുണ്ട്. പക്ഷെ കുഴഞ്ഞു കുറച്ചിപ്പം നടന്നപ്പോഴത്തേക്കും ടയേർഡായി. ரொம்ப ടയേർഡ്. അപ്പൊ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ബാക്കിയുണ്ട്. ഒരു വിരുന്നെങ്കിലും നേരത്തെ ചെയ്ത് തീർത്താൽ ഇത്രയും വലിയ. എന്നാ ശരി, ബൈ ബൈ.